എറണാകുളം ജില്ലയിലായിരുന്നു നാടിനെ ഇളക്കിമറിച്ച ദാരുണ സംഭവം അരങ്ങേറിയത്. രാത്രി ഏകദേശം 1:30 മണിയോടുകൂടി എറണാകുളം ടൗൺ സ്റ്റേഷനിലെ റെയിൽവേ പ്രൊട്ടക്ഷൻ പോലീസിന്റെ മുറിയിലേക്ക് പൊടുന്നനെയായിരുന്നു അമൃത എക്സ്പ്രസിൽ നിന്നും ചാടിയിറങ്ങിയ ലോക്കോ പൈലറ്റ് കിതച്ചുകൊണ്ട് ഓടിയെത്തിയത്. ലോക്കോ പൈലറ്റിനോട് വിവരങ്ങൾ ചോദിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. വൈറ്റില മേൽപ്പാലത്തിന് താഴെയുള്ള ട്രാക്കിന് സമീപത്തായി അസ്വാഭാവികമായ നിലയിൽ ഒരു സ്ത്രീ കിടക്കുന്ന കാഴ്ച ട്രെയിൻ കടന്നു പോകുന്ന സമയത്ത് താൻ കണ്ടു എന്നാണ് ലോക്കോ പൈലറ്റ് സ്റ്റേഷനിലുള്ള പോലീസുകാരെ അറിയിച്ചത്. വിവരം കേട്ട ഉടൻ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ പോലീസ് സംഘവും സംഭവസ്ഥലത്തേക്ക് പാഞ്ഞെത്തി. ലോക്കോ പൈലറ്റ് പറഞ്ഞ കാര്യം പൂർണ്ണമായും ശരിയാണ്. ഒരു സ്ത്രീ അസ്വാഭാവികമായ നിലയിൽ ട്രാക്കിന് സമീപത്ത് കിടക്കുന്നു. ആ സ്ത്രീയുടെ തല ട്രാക്കിനകത്തേക്ക് കയറി കിടക്കുകയാണ്. അത് മാത്രമല്ല, ആ സ്ത്രീക്ക് മുഖമുണ്ടായിരുന്നില്ല. മുഖത്തിന്റെ ഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ചുരിദാർ ധരിച്ചിരിക്കുന്ന ആ സ്ത്രീയുടെ പാൻസ് വലിച്ചഴിച്ച നിലയിലാണ്. ആ സമയത്തായിരുന്നു ഗാർഡ് ഒരു കാര്യം പോലീസുകാരെ അറിയിക്കുന്നത്. ആ ട്രാക്ക് റെയിൽവേ ഉപയോഗിക്കാത്ത ഉപയോഗശൂന്യമായ ട്രാക്കാണ്. അങ്ങനെയെങ്കിൽ സമീപത്തുള്ള ട്രാക്കിലൂടെ പോയ ട്രെയിനിൽ നിന്നും ആ സ്ത്രീ ഒരുപക്ഷെ തെറിച്ച് വീണതാകാമെന്ന് ആദ്യഘട്ടത്തിൽ പോലീസ് സംഘം വിലയിരുത്തി. റെയിൽവേ പ്രൊട്ടക്ഷൻ പോലീസ് സംഘവും വിവരമറിയിച്ചതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ നിന്നും ഒരു സംഘം പോലീസുകാർ സംഭവസ്ഥലത്തേക്ക് എത്തി. ലഹരി ഉപയോഗിക്കുന്നവരുടെയും അനാശാസ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരുടെയും ഒരു കേന്ദ്രം തന്നെയാണ് ആ പ്രദേശം. അതുകൊണ്ട് തന്നെയാണ് പോലീസ് സംഘത്തെ അതിവേഗം തന്നെ അവിടേക്ക് റെയിൽവേ പോലീസ് എത്തിച്ചത്. ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിയ പോലീസ് സംഘം നടുങ്ങിപ്പോയി. ആ സ്ത്രീയുടെ മുഖം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ആകെ തകർന്നിരിക്കുകയാണ്. റെയിൽവേ ട്രാക്കിലേക്ക് ഒരു സ്ത്രീ വീണുപോയപ്പോൾ അവർക്കുണ്ടായ പരിക്കല്ല ആ സ്ത്രീക്ക് ഉണ്ടായിരിക്കുന്നത്. അക്കാര്യം 100% ഉറപ്പാണെന്ന് പോലീസ് സംഘം വിലയിരുത്തി. അതിക്രൂര കൊലപാതകമാണ് നടന്നിരിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പോലീസ് സംഘത്തിന് വ്യക്തമായി. ആ സ്ത്രീയെ ആരൊക്കെയോ ചേർന്ന് കൊലപ്പെടുത്തി ആ പ്രദേശത്ത് കൊണ്ടുവന്നിട്ടതാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് നിഗമനത്തിലെത്തി. ആ സ്ത്രീയുടെ ബോഡി അവിടെ ഉപേക്ഷിച്ച വ്യക്തികൾക്ക് അബദ്ധം പറ്റിയിരിക്കുകയാണ്. ട്രെയിൻ കടന്നു പോകാത്ത ഉപയോഗശൂന്യമായ ട്രാക്കിലാണ് അവർ ആ സ്ത്രീയുടെ ബോഡി കൊണ്ടുപോയി ഇട്ടിരിക്കുന്നത്. ആ യുവതി ട്രെയിൻ തട്ടി മരിച്ചതാണെന്ന് നാട്ടുകാരെയും പോലീസിനെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടന്നിരിക്കുന്നത്. ആ പ്രദേശത്തുള്ള റെയിൽവേയുടെയും മറ്റ് CCTV വിഷ്വൽസ് ആ നിമിഷത്തിൽ തന്നെ ശേഖരിക്കാൻ പോലീസ് സംഘം തീരുമാനിച്ചു. തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു. രാവിലെ തന്നെ ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും ഉന്നത ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തെത്തി. ആ യുവതിയുടെ മൃതദേഹം കിടന്നിരുന്ന ട്രാക്കിന് സമീപത്തൊക്കെ പോലീസ് സംഘം വിശദമായ തിരച്ചിൽ നടത്തിയപ്പോഴാണ് ഒരു മൊബൈൽ ഫോൺ പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഫോൺ ലോക്ക്ഡ് ആണെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം മൊബൈലിൽ നിന്നും സിം കാർഡ് ഊരിയെടുത്തു. മറ്റൊരു ഫോണിലേക്ക് ആ സിം കാർഡ് ഇട്ട ശേഷം ആ മൊബൈലിൽ നിന്നും നേരത്തെ വിളിച്ചിട്ടുള്ള കോളുകളിലേക്ക് പോലീസ് സംഘവും വിളിച്ചു നോക്കി. എന്നാൽ വിളിച്ച വ്യക്തികൾ ആരും തന്നെ കോളുകൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. ആരും കോൾ അറ്റൻഡ് ചെയ്യാത്ത സാഹചര്യത്തിൽ സിം കാർഡിന്റെ ഉടമയെ കണ്ടെത്താൻ പോലീസ് സംഘം ഉടൻ തന്നെ ആ നമ്പർ സൈബർ സെല്ലിന് കൈമാറി. കോട്ടയം സ്വദേശിനിയായ സുധാ ബേബിയുടെ പേരിലെടുത്തിരിക്കുന്ന സിം കാർഡാണത്. സുധാ ബേബിയുടെ കോട്ടയത്തെ അഡ്രസ് ലഭിച്ച പോലീസ് സംഘം കോട്ടയത്ത് തന്നെ ആ സ്ത്രീയെക്കുറിച്ച് തിരക്കുന്നതിനുള്ള നിർദ്ദേശവും നൽകി. ട്രാക്കിൽ കിടക്കുന്ന യുവതിയുടെ മൊബൈൽ ഫോൺ തന്നെയാണോ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെന്നുള്ള യാതൊരു ഉറപ്പും പോലീസിനില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നതിനിടയിൽ ആ സ്ത്രീയുടെ ചുരിദാറിൽ നിന്നും ഒരടയാളം പോലീസിന് ലഭിച്ചു. അതൊരു ടെക്സ്റ്റൈൽ ഷോപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടയാളമാണ്. ആ ടെക്സ്റ്റൈൽ ഷോപ്പ് ആകട്ടെ എറണാകുളത്താണ്. എറണാകുളത്തുള്ള കടയിൽ നിന്നും വാങ്ങിയ ചുരിദാറാണ് ആ സ്ത്രീ ധരിച്ചിരിക്കുന്നത്. ട്രാക്കിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോൺ ആകട്ടെ കോട്ടയം സ്വദേശിനിയായ ഒരു സുധാ ബേബിയുടേതാണ്. ട്രാക്കിൽ കിടക്കുന്ന എറണാകുളത്തുകാരിയായ ആ സ്ത്രീയും കോട്ടയംകാരിയായ സുധാ ബേബിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് പോലീസിന് സംശയം തോന്നി. സുധാ ബേബിയുടെ ആധാർ കാർഡിന്റെ ഒരു പകർപ്പ് സൈബർ സെല്ലിൽ നിന്നും ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ട്രാക്കിൽ കിടക്കുന്ന സ്ത്രീ തന്നെയാണോ സുധാ ബേബി എന്നറിയാൻ പോലീസ് ശ്രമം നടത്തി നോക്കിയെങ്കിലും ട്രാക്കിൽ കിടക്കുന്ന യുവതിയുടെ മുഖം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായതുകൊണ്ട് തന്നെ ഒരു തരത്തിലും തിരിച്ചറിയാൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞതുമില്ല. ട്രാക്കിൽ കിടക്കുന്ന യുവതിയുടെ മുഖം പൂർണ്ണമായും കല്ലുകൊണ്ട് ഇടിച്ചു തകർത്ത അവസ്ഥയിലാണ്. സംഭവസ്ഥലത്തെത്തിയ ഡോഗ് സ്ക്വാഡ് മൃതദേഹവും ആ ട്രാക്കും പരിസരവും ഒക്കെ മണത്തു നോക്കിയ ശേഷം അവിടെ നിന്നും ഓടി സമീപത്തുള്ള റോഡിലേക്കാണ് കയറിയത്. റോഡിലെത്തിയ പോലീസ് നായ അതിന്റെ ഓട്ടം അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ആ യുവതിയെ കൊലപ്പെടുത്തിയ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ റോഡിലെത്തിയതിനു ശേഷം അവിടെ നിന്നും വാഹനത്തിൽ കടന്നു കളഞ്ഞതാകാമെന്ന് പോലീസ് വിലയിരുത്തി. ആ യുവതിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളൊന്നും തന്നെ നഷ്ടമായിട്ടില്ല. അങ്ങനെയെങ്കിൽ മോഷണത്തിനിടയിൽ നടന്ന ഒരു കൊലപാതകമായിരിക്കില്ല എന്നും പോലീസിന് ഉറപ്പായി. റെയിൽവേ സ്റ്റേഷന് പുറമെ തൊട്ടടുത്തുള്ള കടകളിലെയും വീടുകളിലെയും ഒക്കെ CCTV വിഷ്വൽസ് കൂടി ഒരു സംഘം പോലീസുകാർ ശേഖരിച്ചു തുടങ്ങി. അന്വേഷണം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് പോലീസ് സംഘം ആലോചിക്കുന്നതിനിടയിലായിരുന്നു നേരത്തെ പോലീസുകാർ വിളിച്ച കോളുകളിൽ നിന്നും ഒരു കോൾ തിരികെ പോലീസിന്റെ ഫോണിലേക്ക് എത്തിയത്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നതിനിടയിൽ പോലീസ് സംഘത്തിന് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പായിരുന്നു അത്. എറണാകുളത്ത് തന്നെയുള്ള ഒരു സ്ത്രീയാണ് പോലീസിനെ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ആ നമ്പർ സുധാ ബേബി എന്നൊരു സ്ത്രീയുടേതാണെന്നും തനിക്ക് പരിചയമുള്ള ഒരു സ്ഥലത്ത് ആ സ്ത്രീ വാടകയ്ക്ക് താമസിക്കുകയാണെന്നും അവരുടെ യഥാർത്ഥ സ്ഥലം കോട്ടയമാണെന്നും അവരും അമ്മയുമാണ് കോട്ടയത്ത് താമസിച്ചിരുന്നതെന്നുമൊക്കെ വിളിച്ച സ്ത്രീ പോലീസിനോട് പറഞ്ഞു. സുധാ ബേബിയുടെ മാതാവ് നേരത്തെ ഹൈക്കോടതിയിൽ ജീവനക്കാരിയായിരുന്നു. അവരുടെ പേര് അശ്വതി എന്നാണ്. പോലീസ് സംഘം ഉടൻ തന്നെ സുധാ ബേബിയുടെ മാതാവിനെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു സംഘം പോലീസുകാരെ നിയോഗിച്ചു. ഇതേസമയം റെയിൽവേ ട്രാക്കിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ആ യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇതേസമയം തന്നെ വിവരമറിഞ്ഞുകൊണ്ട്
കൊണ്ട് ആ പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ആ പ്രദേശത്ത് കൂടി നിൽക്കുന്ന ആളുകളോടും ഓട്ടോ ഡ്രൈവർമാരോടുമൊക്കെ പോലീസ് സംഘം കാര്യങ്ങൾ തിരക്കി തുടങ്ങി. അതേസമയം തന്നെ ഒരു സംഘം പോലീസുകാർ പ്രദേശത്തുള്ള CCTV വിഷ്വൽസ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഊർജിതമാക്കി. തൊട്ട് തലേ ദിവസം വൈകുന്നേരം മുതലുള്ള മുഴുവൻ CCTV ഫൂട്ടേജുകളും പോലീസ് സംഘം ശേഖരിച്ചു. ആ യുവതി ആ ട്രാക്കിന് സമീപം എങ്ങനെ വന്നു എന്നുള്ളതാണ് പോലീസിന് അറിയേണ്ടത്. CCTV വിഷ്വൽസ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനിടയിലാണ് പോലീസ് സംഘത്തിന്റെ കണ്ണിൽ ഒരു കാഴ്ചപ്പെട്ടത്. റെയിൽവേ ട്രാക്കിൽ നിന്നും കണ്ടെത്തിയ യുവതി ധരിച്ച അതേ വസ്ത്രം ധരിച്ച് ഒരു സ്ത്രീ ട്രാക്കിന് സമീപമുള്ള റോഡിൽ ഒരു കാറിൽ വന്നിറങ്ങുന്ന കാഴ്ചയാണ് പോലീസ് കണ്ടത്. ആ വാഹനത്തിൽ നിന്നും ആ സ്ത്രീക്കൊപ്പം ഏകദേശം 70 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പുരുഷൻ കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഏകദേശം 11:30 മണിയോടുകൂടിയാണ് അവരിരുവരും വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് പോയിട്ടുള്ളത്. അതേ CCTVയിൽ നിന്നും പോലീസ് സംഘത്തിന് ഒരു വിഷ്വൽ കൂടി കിട്ടി. സമയം ഏകദേശം 1 മണിയോടുകൂടി നേരത്തെ ആ സ്ത്രീക്കൊപ്പം കണ്ട പുരുഷൻ ആ കാറിന് സമീപത്തേക്ക് എത്തുന്ന കാഴ്ചയാണത്. ആ വിഷ്വലിന്റെ ക്ലോസപ്പ് പരിശോധിച്ച പോലീസ് സംഘത്തിന് ഒരു കാര്യം വ്യക്തമായി. ആ പുരുഷന്റെ ഷർട്ടിലാകെ രക്തം പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അത് മാത്രവുമല്ല, അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന യുവതിയെ ഇപ്പോൾ കാണാനുമില്ല. ആ വ്യക്തി ആരാണെന്ന് കണ്ടെത്താൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു. ഇതിനിടയിൽ എറണാകുളത്ത് നിന്നും പോലീസിനെ വിളിച്ച സ്ത്രീ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അശ്വതി എന്ന സ്ത്രീയെ പോലീസ് സംഘം കണ്ടെത്തുകയും അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ട്രാക്കിൽ നിന്ന് ലഭിച്ച മൃതദേഹം കാണിക്കുകയും ചെയ്തു. അത് തന്റെ മകൾ സുധാ ബേബി തന്നെയാണെന്ന് ആ സ്ത്രീ തിരിച്ചറിയുകയും ചെയ്തു. അശ്വതി തന്റെ മകൾ സുധാ ബേബിയെ തിരിച്ചറിയുന്ന അതേ സമയത്ത് തന്നെ സൈബർ സെല്ല് മറ്റൊരു കാര്യം അന്വേഷിക്കുകയാണ്. അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് സുധാ ബേബിയുടെ കോൾ ഡേറ്റ റെക്കോർഡുകളാണ്. നിരവധി കോളുകൾ സുധാ ബേബിയുടെ ഫോണിൽ നിന്ന് പോയിട്ടുണ്ട്. അവർ സ്ഥിരമായി ഒരു വ്യക്തിയെ വിളിച്ചിരിക്കുന്നതായി സൈബർ സെല്ലിന്റെ ശ്രദ്ധയിൽപ്പെട്ടതും ആ നമ്പർ കേന്ദ്രീകരിച്ച് തന്നെ സൈബർ സെല്ല് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. ആ നമ്പറിന്റെ ഉടമയായ വ്യക്തിയും തൊട്ട് തലേ ദിവസം രാത്രി 11:30 ശേഷം സുധാ ബേബിയുടെ അതേ ടവർ ലൊക്കേഷനിൽ തന്നെയുണ്ട്. ആ മൊബൈൽ ഫോണുകൾ ഏകദേശം രാത്രി 1 മണി വരെ ഒരേ ടവർ ലൊക്കേഷനിലാണ്. അതിനുശേഷം ആ 2 നമ്പറുകളും 2 ടവർ ലൊക്കേഷനിലേക്ക് മാറി. സുധാ ബേബിയുടെ ടവർ ലൊക്കേഷനിൽ മാത്രം മാറ്റമില്ല. എന്നാൽ മറ്റേ വ്യക്തിയുടെ ടവർ ലൊക്കേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ നമ്പറിന്റെ ഉടമ ആരാണെന്നുള്ള കാര്യം അതിവേഗം തന്നെ സൈബർ സെല്ലുകാർ കണ്ടെത്തി. എറണാകുളത്ത് തന്നെയുള്ള ഷാജി എന്നൊരു വ്യക്തിയുടെ മൊബൈൽ നമ്പറാണ് സൈബർ സെൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് സംഘം വൈകാതെ തന്നെ സൈബർ സെല്ല് കൈമാറിയ അഡ്രസിന്റെ അടിസ്ഥാനത്തിൽ ഷാജിയുടെ വീട്ടിലെത്തി. ഷാജിയെ കണ്ട പോലീസ് സംഘം ആകെ അമ്പരന്നുപോയി. CCTV വിഷ്വൽസിൽ ഉണ്ടായിരുന്ന അതേ വ്യക്തി തന്നെയാണ് തങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഷാജി എന്ന് പോലീസ് സംഘം ആ നിമിഷം തന്നെ തിരിച്ചറിഞ്ഞു. ഷാജിയെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു. അങ്ങനെയാണ് പോലീസ് സംഘം എറണാകുളം പൊന്നുരുത്തിയിലുള്ള ഷാജിയുടെ വീട്ടിലേക്ക് എത്തിയത്. ഷാജിയെ കണ്ടപ്പോൾ തന്നെ സുധാ ബേബിയെ അറിയുമോ എന്നുള്ള ചോദ്യമാണ് പോലീസ് ചോദിച്ചത്. വലിയ ഭാവവ്യത്യാസമൊന്നുമില്ലാതെ തന്റെ സുഹൃത്ത് അശ്വതിയുടെ മകളാണ് സുധാ ബേബി എന്ന് പോലീസിന്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഷാജി മറുപടിയും കൊടുത്തു. സുധാ ബേബി മരിച്ച വിവരം താൻ അറിഞ്ഞിരുന്നു എന്നും അതറിഞ്ഞപ്പോൾ തന്നെ തന്റെ സുഹൃത്ത് അശ്വതിയെ വിളിച്ചിരുന്നു എന്നും ഷാജി പോലീസിനെ അറിയിച്ചു. ചില കാര്യങ്ങളൊക്കെ ഷാജിയോട് ചോദിച്ചറിയേണ്ടതുള്ളതുകൊണ്ട് തന്നെ ഷാജി തങ്ങൾക്കൊപ്പം വരണമെന്ന് പോലീസ് സംഘം ഷാജിയോട് ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ഷാജിയുടെ വീട് പോലീസ് സംഘം ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ഷാജിയുടെ വീട്ടിൽ സെർച്ച് നടത്തിയ പോലീസ് സംഘം ആ വീട്ടിൽ നിന്നും ക്രീം കളറിലുള്ള ഒരു ഷർട്ട് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ആ ഷർട്ട് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തപ്പോൾ തന്നെ ഷാജിയുടെ മുഖമൊന്ന് വിളറി വെളുത്തു. തുടർന്ന് ഷാജിയെ പോലീസ് സംഘം ജീപ്പിലേക്ക് കയറ്റി സ്റ്റേഷനിലേക്ക് എത്തിച്ചു. ഈ സമയത്ത് ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം ഷാജിയും കാത്ത് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. തനിക്കൊന്നും അറിയില്ല എന്ന് ഷാജി ആദ്യഘട്ടത്തിൽ പറഞ്ഞെങ്കിൽ പോലും പോലീസ് സംഘം അവരുടെ കൈവശമുള്ള CCTV വിഷ്വൽസ് കാണിച്ചതോടുകൂടി ഷാജി ആകെ അമ്പരന്നുപോയി. തുടർന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഷാജി പല കഥകളും പറഞ്ഞു തുടങ്ങി. വർഷങ്ങൾക്ക് മുൻപ് കോടതിയിൽ ജോലിക്ക് കയറിയ സമയത്ത് തന്റെ സഹപ്രവർത്തകയായിരുന്ന അശ്വതിയുമായി ഷാജി വളരെ അടുത്ത പരിചയമുണ്ടാക്കി. അശ്വതിയും ഷാജിയും തമ്മിൽ അവരുടെ കുടുംബകാര്യങ്ങളൊക്കെ പരസ്പരം പറഞ്ഞു തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസമാണ് അശ്വതിയുടെ കോട്ടയത്തുള്ള വീട്ടിലേക്ക് ഷാജി എത്തിയത്. അങ്ങനെയാണ് അശ്വതിയുടെ മകൾ സുധാ ബേബിയെ അവിടെ വെച്ച് ഷാജി കണ്ടത്. 20-കാരിയായ അശ്വതിയും 40-കാരനായ ഷാജിയും തമ്മിൽ അതിവേഗമാണ് അടുത്തത്. പരസ്പരം സംസാരിക്കുന്നതിനിടയിൽ ഫോൺ നമ്പറും കൈമാറി. അങ്ങനെ ഫോൺ വിളികളും പരസ്പരമുള്ള കാണലുകളും കൂടിക്കൂടി വന്നു. എറണാകുളത്ത് സുധ എത്തുന്ന സമയത്തൊക്കെ ഷാജിയെ വിളിക്കുന്നത് പതിവായിരുന്നു. വിവാഹിതനും 2 കുട്ടികളുടെ പിതാവ് കൂടി ആയിരുന്നിട്ട് പോലും ഷാജി സുധയുമായി അടുക്കുകയും എറണാകുളത്ത് വെച്ച് പല സ്ഥലങ്ങളിൽ അവർ കണ്ടുമുട്ടുകയും ചെയ്തു. എന്നാൽ സുധയുടെ അമ്മയും ഷാജിയുടെ സഹപ്രവർത്തകയുമായിരുന്ന അശ്വതി ഷാജിയും സുധയും തമ്മിൽ ഇതുപോലെ കണ്ടുമുട്ടുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നതുമില്ല. പതുക്കെ ഷാജിയും സുധയും തമ്മിലുള്ള ബന്ധം പല തലങ്ങളിലേക്കും വളർന്നു. ഇതിനിടയിൽ ഇക്കാര്യങ്ങളൊന്നും അറിയാതെ അശ്വതി തന്റെ മകൾ സുധയ്ക്ക് പല വിവാഹാലോചനകളും നടത്തി. സുധയുടെ വിവാഹം കഴിയുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞതോടുകൂടി സുധയും ഷാജിയും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുണ്ടായി. വിവാഹം കഴിഞ്ഞിട്ടും ഷാജിയെ മനസ്സിൽ കൊണ്ടു നടന്ന സുധ തന്റെ ഭർത്താവുമായി പതുക്കെ അകലുകയും ആ ബന്ധം വേർപെടുത്തുകയും ചെയ്തു. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയെങ്കിലും ഷാജിയും സുധയും തമ്മിലുള്ള ബന്ധത്തിൽ അകലങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല. രണ്ടുപേരും കൂടി കാണുന്ന സാഹചര്യങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു വന്നു.
ഇതിനിടയിൽ ഷാജി തന്റെ 60ാമത്തെ വയസ്സിലേക്ക് കടന്നിരുന്നു. സുധയാകട്ടെ 40കളിലുമായിരുന്നു. 20 വർഷങ്ങൾ അതിവേഗമാണ് കടന്നുപോയത്. ഇപ്പോൾ സുധയ്ക്കുള്ള പ്രധാന പ്രശ്നം ഷാജിയെ തന്റെ ഭർത്താവായി തന്നെ കിട്ടണമെന്നുള്ളതാണ്. സുധയുടെ താല്പര്യങ്ങൾക്ക് വിപരീതമായിരുന്നു സുധയുടെ വിവാഹം പോലും നടന്നത്. വിവാഹം നടക്കുന്ന സമയത്തും ഷാജിയായിരുന്നു സുധയുടെ മനസ്സിലുണ്ടായിരുന്നത്. ഷാജി വിവാഹിതനായതുകൊണ്ടും തന്നേക്കാൾ ഒരുപാട് പ്രായവ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഷാജിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വീട്ടിൽ തുറന്നു പറയാൻ സുധയ്ക്ക് കഴിഞ്ഞതുമില്ല. എന്നാൽ ഭാര്യയും കുട്ടികളും ഒപ്പമുള്ളപ്പോൾ തന്നെയാണ് തന്റെ മകളുടെ മാത്രം പ്രായമുള്ള സുധയുമായി ഷാജി അടുത്തത്. തന്റെ ഭർത്താവിനെ പോലും ഉപേക്ഷിച്ച് ഷാജിക്കൊപ്പം വന്നത് ഷാജിയെ വിവാഹം കഴിക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണെന്നും ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് ഷാജി തന്നെ സ്വീകരിക്കണമെന്ന് സുധ ഷാജിയോട് ആവശ്യപ്പെട്ടു. സുധയുടെ ആവശ്യം നിരന്തരമായപ്പോൾ അതൊരു ശല്യമായി മാറുകയും ചെയ്തു. ഷാജിയുമായുള്ള സുധയുടെ ബന്ധത്തെക്കുറിച്ച് ഇപ്പോൾ അശ്വതിക്ക് നന്നായി അറിയാം. എന്നാൽ അശ്വതി ഇക്കാര്യത്തിൽ നിസ്സഹായാവസ്ഥയിലാണ്. ഷാജിയുടെ മക്കളൊക്കെ വിവാഹപ്രായത്തിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സുധയുമായുള്ള ബന്ധം മുൻപോട്ട് കൊണ്ടുപോകാൻ അയാൾക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. എന്നാൽ തന്നെ വിവാഹം കഴിക്കാൻ ഷാജി വിസമ്മതിക്കുന്ന സാഹചര്യത്തിൽ ഷാജിയുമായുള്ള ബന്ധം ആളുകൾക്ക് മുൻപിൽ പരസ്യപ്പെടുത്തുമെന്ന് സുധ ഷാജിയെ ഭീഷണിപ്പെടുത്തി തുടങ്ങി. സുധയുടെ ആവശ്യം ഒരു ചെറു പുഞ്ചിരിയോടുകൂടിയാണ് ഷാജി കേട്ടു നിന്നതെങ്കിൽ പോലും അയാളുടെ മനസ്സ് വിങ്ങിത്തുടങ്ങി. അയാൾ അതുവരെ ഉണ്ടാക്കിയെടുത്ത തന്റെ സൽപ്പേര് മുഴുവൻ സുധ കാരണം പോകുമെന്ന് ഷാജി മനസ്സിൽ ഉറപ്പിച്ചു. നാട്ടിലും വീട്ടിലുമൊക്കെ വളരെ ക്ലീൻ ഇമേജാണ് ഷാജിക്കുള്ളത്. 20 വർഷമായി താൻ ചെയ്യുന്ന തെറ്റിൽ നിന്ന് പുറത്തു കടക്കാൻ തന്നെ ഷാജി തീരുമാനിച്ചു. അങ്ങനെ ഷാജി ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കി. പ്ലാനിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ രാത്രിയിൽ സുധയെ പലതും പറഞ്ഞു വിളിച്ചു വരുത്തി. അവർ പതിവായി കണ്ടുമുട്ടാറുള്ള ആ സ്ഥലത്തേക്ക് ഷാജി വിളിച്ചു വരുത്തിയത്. ഷാജിയുടെ വാഹനത്തിലേക്ക് സുധ സ്ഥിരമായി കയറാറുള്ള ആ പോയിന്റിലേക്ക് ഷാജി വാഹനമായി എത്തിയതും അവിടെ സുധ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ സംസാരിച്ചൊരു തീരുമാനത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഷാജി സുധയെ വിളിച്ചു വരുത്തിയത്. ഇരുവരും കാറിൽ കയറി അവിടെ നിന്നും ആ പാലത്തിന് സമീപത്തേക്കാണ് എത്തിയത്. വൈറ്റില മേൽപ്പാലത്തിന് താഴ്ഭാഗത്തായി വാഹനം ഒതുക്കിയ ശേഷം ട്രാക്കിലൂടെ സുധയും ഷാജിയും കൂടി മുൻപോട്ട് നടന്നു തുടങ്ങി. പാലത്തിന് അടിഭാഗത്തുള്ള അവരുടെ സ്ഥിരം സ്ഥലത്തേക്കാണ് ഇരുവരും എത്തിയത്. അവിടെ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ തന്നെ വിവാഹം കഴിക്കുന്ന കാര്യം എന്തായി എന്ന് സുധ ഷാജിയോട് ചോദിച്ചു. താൻ വിവാഹിതനും മുതിർന്ന 2 കുട്ടികളുടെ പിതാവുമായിട്ടുള്ള സാഹചര്യത്തിൽ സുധയെ വിവാഹം കഴിക്കുന്ന കാര്യം നടക്കില്ല എന്ന് ഷാജി സുധയോട് തീർത്ത് പറയുകയും ചെയ്തു. ഷാജിക്ക് വേണ്ടിയാണ് താൻ തന്റെ കുടുംബം പോലും ഉപേക്ഷിച്ചതെന്നും തന്നെ സ്വീകരിക്കണമെന്നും സുധ വീണ്ടും വീണ്ടും ഷാജിയോട് ആവശ്യപ്പെട്ടു. ഒടുവിൽ അവർ തമ്മിലുള്ള സംസാരം ഒരു വലിയ തർക്കത്തിലേക്ക് മാറി. സുധ ഉറക്കെ ബഹളം വെച്ചതും സുധയുടെ ശബ്ദം സമീപത്തുള്ള ആളുകളൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ഷാജി സുധയുടെ വായും മൂക്കും ചേർത്ത് പൊത്തിപ്പിടിച്ചു. ഇതിനിടയിൽ സുധയുടെ മൊബൈൽ ഫോൺ തെറിച്ച് ട്രാക്കിലേക്ക് വീഴുകയും ചെയ്തു. ദേഷ്യം വന്ന സുധ കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും ഷാജി തന്റെ കൈമുഷ്ടി ഉപയോഗിച്ച് സുധയുടെ മുഖത്തേക്ക് ആഞ്ഞിടിച്ചു. അതിശക്തമായ ആ ഇടിയേറ്റ് തന്നെ സുധ താഴേക്ക് വീണു. കഴിഞ്ഞ 20 വർഷക്കാലമായി താൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന സുധയാണ് ട്രാക്കിൽ വീണ് കിടക്കുന്നത്. അതൊന്നും കാര്യമാക്കാതെ തന്റെ കുടുംബമാണ് വലുതെന്ന് ഷാജി മനസ്സിൽ ഉറപ്പിക്കുകയും ട്രാക്കിൽ ഷാജിയുടെ ഇടിയേറ്റ് ബോധം കെട്ട് വീണ സുധയുടെ കഴുത്തിലേക്ക് ഷാജി പിടിമുറുക്കുകയും ചെയ്തു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഷാജി സുധയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. പെട്ടെന്നാര് സുധയെ തിരിച്ചറിയാതിരിക്കുന്നതിനായി ട്രാക്കിൽ കിടന്നിരുന്ന പാറക്കല്ലുകൾ ഉപയോഗിച്ച് ഷാജി സുധയുടെ മുഖത്തേക്ക് ഇടിക്കുകയും ഉരയ്ക്കുകയും ഒക്കെ ചെയ്ത് സുധയുടെ മുഖം ആകെ വികൃതമാക്കുകയും ചെയ്തു. കോടതിയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ തെളിവുകൾ നശിപ്പിക്കാൻ ഷാജിക്ക് ഒരു പ്രത്യേക മിടുക്കായിരുന്നു. കൊല്ലപ്പെട്ടത് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം തന്നിലേക്ക് എത്തില്ല എന്ന് ഷാജിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സുധയുടെ മുഖം വികൃതമാക്കാനും ഷാജി തീരുമാനിച്ചത്. മുഖം പൂർണ്ണമായും വികൃതമാക്കിയ ശേഷം സുധയുടെ മൃതദേഹം ട്രാക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ കയറിയിറങ്ങി ആ ബോഡി അങ്ങ് ഇല്ലാതെയായിക്കോളും. അതുതന്നെയായിരുന്നു ഷാജിയുടെ തീരുമാനവും. അങ്ങനെ സുധയുടെ മൃതദേഹം ഷാജി ട്രാക്കിലേക്ക് എടുത്തുവെച്ചു. ഏതെങ്കിലും കാരണവശാൽ സുധയുടെ മൃതദേഹം പോലീസുകാർ തിരിച്ചറിയുന്ന സാഹചര്യത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ സ്ത്രീ സ്വയം മരിച്ചതാണെന്നേ മറ്റുള്ള ആളുകൾ ധരിക്കൂ എന്നും ഷാജി വിലയിരുത്തി. സുധയുടെ മൃതദേഹം ട്രാക്കിലേക്ക് എടുത്തുവെച്ചെങ്കിലും ദൈവത്തിന്റെ കൈകൾ ഷാജിയെ ചതിക്കുകയും ചെയ്തു. ട്രെയിനുകൾ ഓടാത്ത ട്രാക്കിലാണ് സുധയുടെ മൃതദേഹം ഷാജി എടുത്തുവെച്ചത്. ഇതിനിടയിൽ ഷാജിയുടെ ശരീരത്തിലും ഷർട്ടിലുമൊക്കെ രക്തക്കറ പുരണ്ട കാര്യം അയാൾ ശ്രദ്ധിച്ചതുമില്ല. സുധയുടെ മുഖം പാറക്കല്ലുകൾ ഉപയോഗിച്ച് ഇടിച്ച് വികൃതമാക്കുന്നതിനിടയിൽ ഷാജിയുടെ ഷർട്ടിലേക്ക് രക്തക്കറ ഒരുപാട് തെറിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഷാജി അതൊന്നും ശ്രദ്ധിച്ചതുമില്ല. മൃതദേഹം ട്രാക്കിന് സമീപത്ത് വെച്ച് കുറ്റിക്കാടിന് സമീപത്തായി ഷാജി കുറേയധികം സമയം ഒളിച്ചിരുന്നു. ഈ സമയത്തായിരുന്നു അമൃത എക്സ്പ്രസ് അതുവഴി കടന്നു വന്നത്. എന്നാൽ മറ്റൊരു ട്രാക്കിലൂടെ ട്രെയിൻ പോകുന്നതാണ് ഷാജി കണ്ടത്. ട്രെയിനിലുണ്ടായിരുന്ന ലോക്കോ പൈലറ്റ് ട്രാക്കിൽ ഒരു സ്ത്രീ കിടക്കുന്ന കാഴ്ച കണ്ട സമയത്തായിരുന്നു എറണാകുളം സ്റ്റേഷനിലെത്തി അക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് പോലീസുകാരെത്തിയ സമയത്തായിരുന്നു ഷാജി അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ അവിടെ നിന്നും കടന്നു കളഞ്ഞത്. തന്റെ വാഹനത്തിൽ കയറി വീട്ടിലെത്തിയ സമയത്തായിരുന്നു ഷർട്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തമൊക്കെ ഷാജിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വീട്ടിലെത്തിയ ശേഷം ഷാജി തന്റെ ഷർട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചു. എങ്കിൽ പോലും പോലീസ് സംഘം വീട് സെർച്ച് ചെയ്തപ്പോൾ CCTVയിൽ ആ ഷർട്ട് പതിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അതിവേഗത്തിൽ തന്നെ ഷർട്ട് തിരിച്ചറിയുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഷർട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയെങ്കിൽ പോലും പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്ത ഷർട്ടിൽ നിന്നും ഫോറൻസിക് ടീം
രക്തത്തിന്റെ കറകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഫോറൻസിക് തെളിവ് ഷാജിക്കെതിരായി വന്നത്. എല്ലാ കുറ്റങ്ങളും പോലീസുകാരോട് ഏറ്റുപറഞ്ഞ ഷാജിയുമായി പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. സുധയുടെ DNA-യുമായി മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സുധയുടെ ശരീരത്തിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റുകൾ ഷാജിയുടേത് തന്നെയെന്ന് തെളിഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് രാത്രി 12 മണിക്ക് ശേഷമാണ് സുധ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ആ സമയത്ത് സുധയുടെയും ഷാജിയുടെയും മൊബൈൽ ടവർ ലൊക്കേഷനുകൾ ഒരേ സ്ഥലത്ത് തന്നെയാണ്. എല്ലാ തെളിവുകളോടും കൂടി കേസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഷാജി ഇപ്പോൾ റിമാൻഡിലാണ്. വിചാരണ ഉടൻ തുടങ്ങാൻ പോകുന്ന സാഹചര്യത്തിൽ കോടതി ഷാജിക്ക് വിധിക്കുന്ന ശിക്ഷ എന്താണെന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണാം.